ഹായ് സ്റ്റുഡൻസ്, ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസി ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇത് എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്നതാണ്. 8 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. Started business with cash 1 lakh, then opened a bank account 20,000, purchased furniture 8,000, purchased goods 15,000, sold goods 18,000, withdrew from bank 5,000, paid into bank 6,000. അപ്പോൾ ഇത് കോൺട്രാ എൻട്രി ആണ്. പെയ്ഡ് വിത്ത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ അതിന് നേരെ സി എന്ന് കാണിക്കണം. അതുപോലെ തന്നെ ബാങ്കും ക്യാഷും ഒരുപോലെ വന്നാൽ അത് കോൺട്രാ എൻട്രി. പെയ്ഡ് ഇൻറ്റു ബാങ്ക് കോൺട്രാ എൻട്രി, ദെൻ വിത്ഡ്രൂ ഫ്രം ബാങ്കും കോൺട്രാ എൻട്രി, പിന്നെ പെയ്ഡ് റെൻറ്റ്, പെയ്ഡ് സാലറി. നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ആകുമ്പോൾ അതിന് ഡേറ്റ് കോളം, ഡെബിറ്റ് കോളം, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാകും. ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റുമാണ്. ഇനി ലെഡ്ജർ ഫോളിയോ കോളം ലെഡ്ജർ ഏത് പേജിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഏത് പേജിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലെഡ്ജർ ഫോളിയോ കോളം. നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പിന്നെ ആദ്യം ക്യാഷ് കോളം, പിന്നെ ബാങ്ക് കോളം. 2 കോളം, ഒരു അക്കൗണ്ടിൽ തന്നെ 2 കോളം. അതുകൊണ്ടാണ് ഇതിനെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന പേരിൽ അറിയുന്നത്. ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്, ഡേറ്റ്, പേയ്മെൻറ്റ്, ലെഡ്ജർ ഫോളിയോ, ക്യാഷ്, ബാങ്ക്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ഡെബിറ്റിൽ വരുന്നതെല്ലാം ഡെബിറ്റിലുമാണ്. ഓരോ ട്രാൻസാക്ഷൻസും വായിച്ച് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണ്, സ്റ്റാർട്ടഡ് ബിസിനസ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ. അപ്പോൾ 2024 ജനുവരി 1 ടു ക്യാപിറ്റൽ 1 lakh. ബിസിനസ്സിലേക്ക് അത്രയും ക്യാഷ് വന്നപ്പോൾ അത് ക്യാഷ് കോളത്തിലാണ് ഈ 1 lakh കാണിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ബാങ്ക് കോളത്തിലാണ് വരേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് വരും. ഡേറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് ഡെബിറ്റ് കൊടുക്കുക. ബാങ്ക് കോളത്തിൽ വേണം കാണിക്കാൻ. ബാങ്കിലേക്ക് ഇട്ടത് 20,000 ആണ് ബാങ്കിലേക്ക് ഇട്ടിരിക്കുന്നത്. അത് ബാങ്ക് കോളത്തിൽ 20,000 വരണം. അപ്പോൾ അത് കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കോൺട്രാ എന്ന് കാണിക്കണം. അത്രയും ക്യാഷ് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പോൾ ബൈ ബാങ്ക് ക്യാഷ് കോളത്തിൽ 20,000 ക്യാഷ് കോളത്തിൽ കാണിക്കുക. അത് ക്രെഡിറ്റ് സൈഡിലും കോൺട്രാ എൻട്രി എന്ന് കാണിക്കണം. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ. അപ്പോൾ ഫർണിച്ചർ മേടിക്കുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് വരും. ഇപ്പോൾ ഫർണിച്ചർ ക്രെഡിറ്റ് കൊടുക്കണം ക്യാഷ് കോളത്തിൽ. ഫർണിച്ചർ വാങ്ങിയത് 8,000-നാണ്. അപ്പോൾ 8,000 ഫർണിച്ചർ ക്രെഡിറ്റ്. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, അതിൻ്റെ ഡേറ്റ് January 5 ആണ് ഡേറ്റ്. ഇത് January 2 ഡേറ്റ്. അതിനനുസരിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനനുസരിച്ച് എഴുതിയിട്ടാൽ മതിയാവും. ഇനി അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ പർച്ചേസിന് ക്രെഡിറ്റ് വരും. ബൈ പർച്ചേസ് 15,000 വരും. ഇനി വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ആണ്. അപ്പോൾ സാധനം വിറ്റ് പണം കിട്ടി. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്ന് വരും. സെയിൽസ് പൈസ വരുന്നത് കൊണ്ട് സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കുക 18,000. ദെൻ ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വിത്ഡ്രൂ ഫ്രം ബാങ്കിലിട്ട പണം പിൻവലിച്ചു. അപ്പോൾ ക്യാഷ് അത്രയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അത്രയും വന്നു. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്ന് വരും. കോൺട്രാ എൻട്രി ആണ്. ഒരേ സമയം തന്നെ ബാങ്കിലും ക്യാഷിന് ഡെബിറ്റും ക്രെഡിറ്റും വന്നാൽ അതാണ് കോൺട്രാ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് 5,000. അപ്പം അത് ബാങ്കിൽ ബൈ ക്യാഷ് കോൺട്രാ എൻട്രി ആണ്. 5,000 ബാങ്കിൽ നിന്ന് അത്രയും പണം പോയതായിട്ട് വരും. ഇനി വീണ്ടും നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വിത്ഡ്രൂ പെയ്ഡ് ഇൻറ്റു ബാങ്കിലേക്ക് 6,000 രൂപ ബാങ്കിലേക്ക് ഇട്ടു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, അതും കോൺട്രാ എൻട്രി ആണ്. 6,000. അപ്പം ക്യാഷിൽ നിന്ന് അത്രയും പോയതായിട്ട് കാണിക്കുക ബൈ ബാങ്ക്. അതിൻ്റെ നേരെ കോൺട്രാ എന്ന് കാണിക്കണം. ക്യാഷ് കോളത്തിൽ അത്രയും പൈസ ക്യാഷിൽ ക്രെഡിറ്റ് വന്നാൽ അത് കുറഞ്ഞു എന്നാണ് അർത്ഥം. ഇനി നെക്സ്റ്റ് പെയ്ഡ് റെൻറ്റ് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് എന്ന് വരും. ബൈ റെൻറ്റ്
ക്യാഷ് കോളത്തിൽ 8,000. ദെൻ പെയ്ഡ് സാലറി ബൈ ചെക്കാണ് അടുത്തത്. അപ്പം ബൈ സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്ന് വരും. സാലറി ബാങ്ക് കോളത്തിൽ നിന്നാണ് അത്രയും തുക കുറഞ്ഞതായിട്ട് കാണിക്കേണ്ടത്. ഇനി ഡെബിറ്റ് 2 ക്യാഷ് അക്കൗണ്ടിന് എല്ലാ സമയവും ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ, കാരണം അത് അസറ്റാണ്. ടോട്ടൽ 1,23,000 വരും ക്യാഷ് ബാലൻസ്. ടോട്ടൽ 1,23,000. അതുപോലെ തന്നെ ടു ക്യാഷ് ഈ 6,000 ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. അപ്പം 26,000 ബാങ്കിൽ വരും. ഈ സെയിം എമൗണ്ട് ഇവിടേക്ക് ടോട്ടൽ എടുത്ത് എഴുതുക. 1,23,000 ക്യാഷ് കോളത്തിലും 26,000 ബാങ്ക് കോളത്തിലും. ഇനി അത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് CD ക്യാരിഡ് ഡൗൺ. ഇതിൻ്റെ ഡിഫറൻസ്, അതായത് 1,23,000 നിന്ന് ഈ ക്രെഡിറ്റ് സൈഡിലുള്ളതെല്ലാം ഇത് ഓരോന്നും കൂട്ടണം. ക്രെഡിറ്റ് സൈഡിലുള്ള എല്ലാ എമൗണ്ടും കൂട്ടിയിട്ട് 1,23,000 നിന്ന് അത് കുറച്ച് കിട്ടുന്നതാണ് ബാലൻസ്. 66,000 ബാലൻസ് വരും. അതുപോലെ ക്യാഷിൻ്റെ ബാലൻസ് 26,000 നിന്ന് ഈ 70, അതായത് 12,000 + 5,000 17,000 കുറച്ചിട്ട് ബാക്കി 9,000 ബാലൻസ് വരും. ഇനി ഈ ബാലൻസ് ഇത് ജനുവരി 31 ഇത് ക്ലോസ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ അക്കൗണ്ട് ആ മാസം ക്ലോസ് ചെയ്യുക. എന്നിട്ട് അടുത്ത മാസത്തിന് 2024 ഫെബ്രുവരി 1 ബ്രോഡ് ഫോർവേഡ് ചെയ്യുക. ഫെബ്രുവരി 1 ബാലൻസ് ബ്രോഡ് ഡൗൺ. ക്യാഷിൻ്റെ ബാലൻസ് ക്യാഷ് കോളത്തിലും 66,000 ക്യാഷ് കോളത്തിലും, പിന്നെ ബാങ്കിൻ്റെ ബാലൻസ് ബാങ്ക് കോളത്തിലും കാണിക്കുക. എത്ര എഴുതി വെച്ചാൽ 8 മാർക്ക് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് കിട്ടും. അതിപ്പോൾ ഇത് വീണ്ടും ക്വസ്റ്റ്യനും ആൻസറും നോക്കി പഠിക്കുക. അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. താങ്ക് യു.